ദിവസങ്ങൾ കടന്നുപോയി. മനു ചിന്നുവിനെ കണ്ടിട്ട് ഒരുപാട് ദിവസമായിരുന്നു. അവളുടെ അച്ഛനെയും അമ്മയും കാണാനെന്ന വ്യാജേന മനു ചിന്നുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവൻ ചെല്ലുന്ന വിവരം അവളെ വിളിച്ചു പറയാൻ നിന്നില്ല. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി അവൻ അവളുടെ വീട്ടിലേക്ക് ചെന്ന് കോളിംഗ് ബെൽ അടിച്ചതും അവളുടെ അമ്മയാണ് വന്ന് കതക് തുറന്നത്. ആ മോനോ, കയറി വാ. എന്താ വരുന്ന വിവരമൊന്ന് വിളിച്ചു പറയാഞ്ഞേ? അവൾ അറിഞ്ഞില്ലേ? എന്നോട് രാവിലെ ഒന്നും പറഞ്ഞില്ലല്ലോ, അവളുടെ അമ്മ സംശയത്തോട് ചോദിച്ചു. അവളോട് ഞാൻ പറഞ്ഞിട്ടില്ല അമ്മേ, അവൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. എവിടെ അവൾ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. മുറിയിലുണ്ട്, കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് കയറിപ്പോയതാ. അതെന്താ, അടുക്കളയിലായിരുന്നോ? അവൻ സംശയത്തോട് ചോദിച്ചു. എവിടുന്നാ? അപ്പുറത്ത് 2 പിള്ളേരുണ്ട്, എൻ്റെ നാത്തൂൻ്റെ മക്കള്. അവരുടെ കൂടെ തോട്ടിൽ പോയി ചെളിയും ആക്കിക്കൊണ്ട് വന്നേക്കുവാ. ഞാൻ പറഞ്ഞു കുളിച്ചിട്ട് ഇനി അയലത്ത് വന്നാൽ മതിയെന്ന്. അതുകൊണ്ട് നേരെ മുറിയിലേക്ക് പോയിട്ടുണ്ട്. മോന് ചായയോ കാപ്പിയോ എടുക്കട്ടെ? വേണ്ടമ്മേ, ഞാനിപ്പോൾ പോകും. ഈ വഴി വന്നപ്പോൾ വെറുതെ ഒന്ന് നിങ്ങളെ കണ്ടിട്ടൊക്കെ പോകാമെന്ന് കരുതി. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എങ്കിൽ മോൻ അങ്ങോട്ട് ചെല്ല്, ഇപ്പോൾ കുളിച്ചിട്ട് ഇറങ്ങിക്കാണും. ഇനിയിപ്പോൾ മോൻ ആഹാരം കഴിച്ചിട്ട് പോയാൽ മതി. അമ്മ പെട്ടെന്ന് കറിയൊക്കെ ഉണ്ടാക്കാം. വേണ്ടമ്മേ, സാരമില്ല. നീ ഇവിടെ വരെ വന്നിട്ട് ആഹാരം കഴിക്കാതെ പോകാനോ? അതൊന്നും വേണ്ട, ഞാൻ ഉണ്ടാക്കാം, നീ കഴിച്ചിട്ട് പോയാൽ മതി. അവർ ശാസനയോടെ പറഞ്ഞു. ശരി, ഇനി അമ്മയുടെ കൈകൊണ്ടുള്ള ആഹാരം കഴിച്ചില്ലെന്ന് വേണ്ട, ഞാൻ ആഹാരം കഴിച്ചിട്ടേ പോന്നുള്ളൂ. അവനും ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, അച്ഛനെവിടെ? കണ്ടില്ലല്ലോ, അവൻ സംശയത്തോട് ചോദിച്ചു. അത് ചേട്ടൻ്റെ അളിയനും പെങ്ങളും ഒക്കെ വന്നിട്ടില്ലേ അപ്പുറത്ത്, നമ്മുടെ കുടുംബ വീട്ടിൽ? അവിടേക്ക് പോയിരിക്കുക. മുത്തശ്ശിയുടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞോ? അവൻ സംശയത്തോടെ അവരോട് ചോദിച്ചു. ആ മോനെ, കഴിഞ്ഞു. നിങ്ങളുടെ വിവാഹം ഇനിയിപ്പോൾ അടുത്ത മാസം നടത്താമെന്നല്ലേ തീരുമാനിച്ചിരിക്കുന്നത്? അതെ അമ്മേ, മുത്തശ്ശി മരിച്ചതുകൊണ്ടല്ലേ കല്യാണം നീട്ടിവെച്ചത്. ഞാൻ കല്യാണം നീട്ടിവെച്ചെന്നും പറഞ്ഞ് നിക്കുവും കല്യാണത്തിന് സമ്മതിച്ചില്ല. ഇനിയിപ്പോൾ ഞങ്ങളുടെ 2 പേരുടെയും വിവാഹം ഒന്നിച്ച് നടത്താമെന്ന് വിചാരിച്ചു. ഞാൻ അച്ഛനെ വിളിക്കട്ടെ? മോൻ വന്നത് പറയാം. അത് സാരമില്ലമ്മേ, അച്ഛൻ അവിടെ ഇരിക്കട്ടെ, ഞാൻ പോകുമ്പോൾ പോയി കണ്ടോളാം. ഇപ്പോൾ ഞാൻ എൻ്റെ ഭാവി ഭാര്യയെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവരും ചിരിയോടെ അടുക്കളയിലേക്ക് നടന്നു. അവൻ മുറിയിൽ ചെന്നപ്പോൾ ഡോറ് തുറന്നു കിടക്കുകയായിരുന്നു. അവൻ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. ബാത്റൂമിൽ നിന്നും മൂളിപ്പാട്ടും വെള്ളമൊഴിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാമായിരുന്നു. അവൾ കുളിച്ചിട്ട് ഇതുവരെ ഇറങ്ങിയിട്ടില്ലെന്ന് അവന് മനസ്സിലായി. അവന് ഒരു കുസൃതി തോന്നി. അവൻ കതകടച്ച് ലോക്ക് ചെയ്തിട്ട് ബാത്റൂമിൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അവളുടെ വാതിലിൽ മുട്ടി. ആരാ, അമ്മയാണോ? അവൾ അകത്തു നിന്നും ചോദിച്ചു. അവനൊന്നും മിണ്ടാതെ ചിരിച്ചുകൊണ്ട് വീണ്ടും കൊട്ടി. അമ്മേ, അമ്മയാണോ? എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ കുളിക്കുക, ഇപ്പം വരാം, അവൾ അകത്തു നിന്നും പറഞ്ഞു. അവൻ വീണ്ടും കൊട്ടി. ഷെടാ, ഈ അമ്മയുടെ ചെവി അടിച്ചു പോയോ? മൈ ഡിയർ അമ്മ, യുവർ ഡോട്ടർ ഈസ് ബാത്തിങ്, ഡോണ്ട് ഡിസ്റ്റർബ് ഹർ, അവൾ വീണ്ടും പറഞ്ഞു. അവൻ ചിരിച്ചുകൊണ്ട് വീണ്ടും കൊട്ടി. യോ അറിവ് കെട്ട മുണ്ടോ, ഞാൻ അവൾ ബാത്റൂം തുറന്ന് പറഞ്ഞതും മുൻപിൽ നിൽക്കുന്ന അവനെ കണ്ട് ഞെട്ടി. ഒരു ടവലിൻ്റെ മറവിൽ മാത്രം ശരീരമൊക്കെ നനഞ്ഞ് മുടിയൊക്കെ ശരീരത്തോട് ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന അവളെ കണ്ട അവൻ അടിമുടി വശ്യതയോടെ അവളെ നോക്കി. അത് കണ്ടതും അവൾ ഉമിനീറിറക്കി. മനുവേട്ടൻ എപ്പോൾ വന്നു? അവൾ ഞെട്ടലോട് ചോദിച്ചു. കുറച്ചു നേരമായി. എന്തേ? അവൻ കൈകൾ മാറിൽ കെട്ടി നിന്നുകൊണ്ട് ചോദിച്ചു. അമ്മ ചായ തന്നോ? അവൾ പല്ലുകൾ കാണിച്ച് ഇളിച്ചുകൊണ്ട് ചോദിച്ചു. എനിക്കിപ്പോൾ ചായയല്ല ചിന്നു വേണ്ടത്, ഹോട്ടായിട്ട് വേറെന്തേലും. അവൻ അവളെ അടിമുടി ഒഴിഞ്ഞുകൊണ്ട് ചോദിച്ചു. അയ്യേ, അതും പറഞ്ഞ് അവൾ വാതിൽ കൊട്ടി അടയ്ക്കാൻ ശ്രമിച്ചതും അതിനെ തടഞ്ഞുകൊണ്ട് അവൻ മുൻപിലേക്ക് തള്ളി. മനുവേട്ടാ, കളിക്കല്ലേ, ഞാൻ ഡ്രസ്സ് ഇട്ടിട്ട് വരാം പ്ലീസ്, ഇല്ലെങ്കിൽ നമ്മുടെ എല്ലാ നൈറ്റും ഇപ്പോൾ ഡേ ആയി പോകും. അവൾ വീണ്ടും ഡോർ അടയ്ക്കാൻ ശ്രമിച്ചു. അത് സാരമില്ലടി, ഒരു വെറൈറ്റി ആയിക്കോട്ടെ. ആർക്കാ ഒരു വെറൈറ്റി ഇഷ്ടമല്ലാത്തത്? അയ്യേ, ഒന്ന് പോയേ മനുവേട്ടാ. മനുവേട്ടന് ജോചേട്ടൻ്റെ പ്രാന്ത് തുടങ്ങിയോ? റൊമാൻസിക്കാൻ വന്നേക്കുന്നു. ഇവിടെ ബാക്കിയുള്ളവർ ഉടുതുണിയില്ലാതെ നിൽക്കുമ്പോഴാ. അല്ലെങ്കിലും എന്തിനാടി ഈ ഡ്രസ്സൊക്കെ? ഈ ഡ്രസ്സൊക്കെ എന്നാ വന്നത്? പണ്ട് ആദവും ഹവ്വായും എത്ര തുണിയെടുത്തു? അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. അയ്യേ, മനുവേട്ടന് ഭ്രാന്താണ്, ഒന്ന് വിട് മനുവേട്ടാ, ഞാൻ ഡ്രസ്സ് ഇട്ടേച്ച് വരാം. അവൾ പറഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് പിടിവിട്ടു. അവൾ കതകടച്ച് ലോക്ക് ചെയ്തിട്ട് വാതിലിൽ ചാരി നിന്ന് ശ്വാസം എടുത്തു. അത്രയും നേരം അവനുമായിട്ട് വാതിലിൽ ഗുസ്തി പിടിച്ചതല്ലേ. പിന്നെ ചിരിച്ചുകൊണ്ട് ഡ്രസ്സ് ഇട്ടിട്ട് ഇറങ്ങി വന്നു. നിങ്ങൾക്ക് എന്താ മനുഷ്യ, മുട്ടി നിൽക്കുവാണോ? ഇതുവരെ ഇല്ലാത്തൊരു തരം വികാരമൊക്കെ. ഡ്രസ്സ് ഇട്ടിട്ട് വന്ന അവൾ നേരെ കട്ടിലിലിരിക്കുന്ന മനുവിൻ്റെ അടുത്തേക്ക് ചെന്ന് കപട ദേഷ്യത്തോട് ചോദിച്ചതും അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. അവനും അവളും കൂടി കട്ടിലിലേക്ക് ചെന്ന് വീണതും അവൻ അവളെയും കൊണ്ടൊന്ന് മറിഞ്ഞു. അടിച്ചു നനച്ച് കുളിച്ചെന്ന് തോന്നുന്നല്ലോ, നല്ല മണം വരുന്നു. അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവളും മുഖം വീർപ്പിച്ച് വെച്ചുകൊണ്ട് അവനെ നോക്കി. എന്താടി നോക്കുന്നേ? അവൻ ചിരിയോടെ ചോദിച്ചു. ഭാ, പിന്നെ ഇത്രയും നാളെ ഞാൻ കുളിക്കാതെ നടക്കുമായിരുന്നോ? കുളിച്ചതേ ഉള്ളൂ അല്ലേ, പല്ല് തേച്ചില്ല.
അവൻ കൈകൊണ്ട് സ്മെല്ലിൻ്റെ ആക്ഷൻ കാണിച്ചു. ദുഷ്ട, ഞാൻ 2 നേരവും പല്ല് തേക്കും. അവൾ കൈകൾ കൊണ്ട് അവൻ്റെ നെഞ്ചിലടിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് നേരെ കിടന്നു. അവളും ചിരിയോടെ അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ചു. എനിക്ക് മനുവേട്ടനെ വിളിച്ചു വരുത്തണമെന്നുണ്ടായിരുന്നു. നമ്മൾ കുറേ നാളായില്ലേ ഇപ്പോൾ കണ്ടിട്ട്. എനിക്ക് കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു, അവൾ വിഷമത്തോടെ പറഞ്ഞു. അതാണ് നിന്റെ മനുവേട്ടൻ. നീ മനസ്സിലാഗ്രഹിക്കുമ്പോൾ മനുവേട്ടൻ നിന്റെ മുമ്പിലെത്തിയില്ലേ? അവൻ ചിരിയോട് ചോദിച്ചതും അവൾ ചിരിച്ചുകൊണ്ട് അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. വാ, നമുക്ക് താഴേക്ക് പോകാം. എൻ്റെ അമ്മായിമ്മ ഞാൻ വന്നത് പ്രമാണിച്ച് എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് നോക്കിയിട്ട് വരാം. ആഹാ, എനിക്ക് എന്നും ഉണക്കച്ചമ്മന്തിയും ചോറുവാ. ഇന്ന് മരുമോൻ എന്താ വെച്ച് കൊടുക്കുന്നതെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. അതും കേട്ടതും അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും തലയുയർത്തി കുറുമ്പോടെ പറഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. ദേവൻ അനുവിനെയും ജോ ആമിയെയും വിടാതെ സ്നേഹിച്ചു. ഇന്നാണ് നിക്കുവിൻ്റെയും മനുവിൻ്റെയും വിവാഹം. നിക്കു ജെനിയെ അമ്പലത്തിൽ വെച്ചും മനു ചിന്നുവിനെ പള്ളിയിൽ വെച്ച് കെട്ടാനും തീരുമാനിച്ചു. ഹിന്ദുസിൻ്റെ രീതിയിൽ ജെനിയെയും ക്രിസ്ത്യൻ രീതിയിൽ ചിന്നുവിനെയും ഒരുക്കി അടുത്തടുത്തൊരു അമ്പലത്തിലും പള്ളിയിലുമാണ് അവർ വിവാഹം പ്രത്യേകമായി നടത്താൻ തീരുമാനിച്ചത്. അതാകുമ്പോൾ മുഹൂർത്തം നോക്കി താലി കെട്ടിയിട്ട് നേരെ പള്ളിയിലേക്ക് പോകാമെന്ന് കരുതി. പിന്നെ 2 പേരുടെയും ഓഡിറ്റോറിയം ഒരേ ഓഡിറ്റോറിയം തന്നെയാണ്. ബന്ധുക്കൾ ഒഴിച്ചാൽ 2 പേർക്കും ഫ്രണ്ട്സൊക്കെ ഒരുപോലെയാണല്ലോ. അനുവിനും ആമയ്ക്കും യാത്ര ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നത്. അനുവിൻ്റെയും ആമയുടെയും 5ാമത്തെ മാസമാണിത്. പിള്ളേരിപ്പോൾ വയറൊക്കെ തള്ളിയാണ് നടക്കുന്നത്. ആമയ്ക്ക് പിന്നെ കാലുവേദനയും ക്ഷീണവും ഒക്കെയാണ്. അനുവിനാണെ വിശപ്പാണ്. പക്ഷെ കൊച്ചു കഴിക്കുന്നത് പോലെ തന്നെ ഛർദ്ദിച്ചു കൊടുക്കുകയും ചെയ്യും. റെഡ് കളർ സാരിയിൽ ആഭരണമൊക്കെ ഇട്ട് മുല്ലപ്പൂവൊക്കെ വെച്ച് ഒരുങ്ങി നിൽക്കുകയാണ് ജെനി. ആമി അവളുടെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. ആമി ഒരു റെഡ് കളർ ഫ്രോക്കായിരുന്നു വേഷം. സാരി ഉടുക്കണമെന്ന് ആമി വാശി പിടിച്ചെങ്കിലും ജോ അതിന് സമ്മതിച്ചില്ല. ഡി, എങ്ങനെയുണ്ട്, കൊള്ളാവോ? ജെനി ആമിയെ നോക്കി ചോദിച്ചു. പിന്നില്ലേ, സൂപ്പർ, നല്ല ഭംഗിയുണ്ട് പെണ്ണെ. നിന്നെ ഇപ്പോൾ കണ്ട നീ ഒരു ക്രിസ്ത്യനായിരുന്നു എന്ന് ആരും പറയില്ല. അത്ര ഭംഗിയുണ്ട് നിന്നെ കാണാൻ. ആമി ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞതും ജെനിയും പുഞ്ചിരിച്ചു. ചിന്നു അവിടെ എന്തോ ആയോ എന്തോ. നീ വിളിച്ചായിരുന്നോ? ജെനി സംശയത്തോടെ ആമിയോട് ചോദിച്ചു. ഞാൻ അനുവിനെ വിളിക്കാൻ പോവുകടി. അതും പറഞ്ഞ് ആമി ഫോണെടുത്ത് അനുവിനെ വിളിച്ചു. എടി, എന്തായി, ഒരുങ്ങിക്കഴിഞ്ഞോ അവള്? ആമി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഒരുങ്ങിക്കഴിഞ്ഞടി. ഇപ്പോൾ ഫോട്ടോഗ്രാഫർ ചേട്ടന്മാർ വന്ന് അവളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പോവുകയാണ്, അനു പറഞ്ഞു. ഇവിടെ ജെനിയെ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോകാൻ സമയമായി. അവൾ ഒരുങ്ങിയെന്നറിയാൻ വേണ്ടി വിളിച്ചതാ. ശരിയടി, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരില്ലേ ഇപ്പോൾ? വരുവടി, നിങ്ങൾ അമ്പലത്തിൽ കയറുമ്പോൾ വിളിക്ക് കേട്ടോ, അനു ആമിയെ ഓർമ്മിപ്പിച്ചു. ജെനി മോളെ ഒരുങ്ങിയോ? വാ, മുഹൂർത്തമായി, ജോ അകത്തേക്ക് കയറി വന്നുകൊണ്ട് പറഞ്ഞു. ആമിയുടെ അതേ കളർ ഷർട്ടും മുണ്ടുമാണ് ജോയുടെ വേഷം. അനുവും ദേവനും അതേ പാറ്റേൺ തന്നെയായിരുന്നു എടുത്തിരുന്നത്. ചാച്ച, അവൾ ജോയെ കണ്ടതും അവൻ്റെ അടുത്തേക്ക് ചിരിച്ചുകൊണ്ട് നടന്നു. മോളെ, അവൻ അവളുടെ കവളയിൽ കൈവച്ചുകൊണ്ട് അവളെ നോക്കി. എങ്ങനെയുണ്ട് ചാച്ച, കൊള്ളാവോ? അവൾ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി ചോദിച്ചു. പിന്നെ എൻ്റെ മോള് സുന്ദരിയല്ലേ? ഇപ്പോൾ കുറച്ചുകൂടി സുന്ദരിയായി, അവൻ ചിരിയോടെ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ശരിക്കും ആമയേക്കാൾ സുന്ദരിയാണോ ചാച്ച? വയറും താങ്ങി നിൽക്കുന്ന ആമയെ പാളി നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. പിന്നെ അവൾ എന്തിനു കൊള്ളാം, എൻ്റെ മോളാ സുന്ദരി, ജോ ആമയെ നോക്കിക്കൊണ്ട് ജെനിയോട് പറഞ്ഞതും ആമി മുഖം വീർപ്പിച്ചു. അവൾ മുഖവും വീർപ്പിച്ച് ജോയെ നോക്കിയിട്ട് പോകാൻ തുടങ്ങിയതും ജോ അവളുടെ കയ്യിൽ പിടിച്ചു. എങ്ങോട്ടായി വയറും താങ്ങി ഓടുന്നത്? അവൻ ചിരിയോട് ചോദിച്ചു. നിങ്ങൾ ആങ്ങളെയും പെങ്ങളും സെറ്റല്ലേ, ഞാൻ പുറത്ത്, ഞാൻ പൊക്കോളാം, അവൾ മുഖം വീർപ്പിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞതും ജോയും ജെനിയും കണ്ണു കാണിച്ച് ചിരിച്ചു. എൻ്റെ പൊന്നെ, ഇത്രയും കുശുമ്പട്ടോ ഈ പെണ്ണിന്. ദേ, എൻ്റെ മോളെ ഇതൊന്നും പഠിപ്പിച്ചേക്കരുത് കേട്ടല്ലോ, അവൻ പറഞ്ഞതും അവൾ വീണ്ടും മുഖം വീർപ്പിച്ച് അവനെ നോക്കി. എൻ്റെ ആമി, നീയല്ലേ ഇച്ചായൻ്റെ സുന്ദരി പെണ്ണ്. എൻ്റെ കൊച്ചിനുള്ള സൗന്ദര്യം വേറെ ആർക്കുണ്ട്? ഈ വിടർന്ന കണ്ണുകളും ഈ സോഫ്റ്റ് ചുണ്ടുകളും ഉണ്ടക്കവിളും കൊഞ്ചലോടെയുള്ള സംസാരവും ഒക്കെ വേറെ ഏത് പെണ്ണിനുണ്ട് അല്ലേ ജെനി? അവൻ ആമിയുടെ തോളിൽ കൂടി കൈയിട്ട് ജെനിയെ നോക്കി പുരുകം പൊക്കി ചോദിച്ചതും അവൾ ചിരിച്ചു. ഇനിയെങ്കിലും ഒന്ന് ചിരിക്കു പെണ്ണേ, ജോ ആമിയുടെ ഇടുപ്പിൽ പിച്ചിക്കൊണ്ട് പറഞ്ഞതും അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി. അവനവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിൽ ഉമ്മ കൊടുത്തതും അവൾ ചിരിച്ചു. ഇത്രയേ ഉള്ളൂ ആമിയുടെ പിണക്കം. ചാച്ചൻ്റെ ഉമ്മ കിട്ടാൻ വേണ്ടിയാണോ ഇവൾ മുഖം വീർപ്പിക്കുന്നതെന്ന് എനിക്ക് ഡൗട്ടുണ്ട്, ജെനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് ആമിയും ജോയും പുഞ്ചിരിച്ചു. വാ, നമുക്ക് അമ്പലത്തിലേക്ക് പോകാം, അവരൊക്കെ ഇപ്പോൾ വന്നു കാണും, ജോ പറഞ്ഞതും അവർ ജോയോടൊപ്പം അങ്ങോട്ടേക്ക് നടന്നു. അവർ ജോയുടെ ഒപ്പം അമ്പലത്തിലെത്തിയതും അവരെ കാത്ത് നിക്കുവും അവൻ്റെ അച്ഛനും അമ്മയും ജോയുടെ പപ്പയും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു. ജോയോടൊപ്പം നടന്നു വരുന്ന ജെനിയെ കണ്ടതും നിക്കുവിൻ്റെ കണ്ണുകൾ വിടർന്നു. അവൻ കണ്ണെടുക്കാതെ അവളെ നോക്കിയതും അവളും തിരികെ അവനെ നോക്കി. കസവും മുണ്ടും ഷർട്ടിലും അവൻ ഒന്നുകൂടി സുന്ദരനായതുപോലെ അവൾക്ക് തോന്നി.
ആമി ഫോണെടുത്ത് ചിന്നുവിനെയും അനുവിനെയും ഒക്കെ വിളിച്ചതും അനുവും ചിന്നുവും ദേവനും അവരുടെ ഫാമിലിയും ഒക്കെ അമ്പലത്തിലേക്ക് വന്നു. റിലേറ്റീവ്സിനോടും ഫ്രണ്ട്സിനോടും നേരെ ഓഡിറ്റോറിയത്തിൽ വന്നാൽ മതിയെന്ന് അവർ പറഞ്ഞിരുന്നു. അവിടെ വെച്ചാണ് ചിന്നുവും മനുവും പരസ്പരം ഒരുങ്ങിയതിനു ശേഷം ആദ്യമായി കാണുന്നത്. മനു ചിന്നുവിനെ നോക്കി. അവൾ ഒരു ലൈറ്റ് റോസ് കളർ സാരിയായിരുന്നു ഉടുത്തിരുന്നത്. വലിയ ആഭരണങ്ങളൊന്നുമില്ല. ഒരു കുഞ്ഞുമാലയും അതിനു ചേരുന്ന കമ്മലും 2 വള വീതം 2 കൈയിലും. അവളും മനുവിനെ നോക്കി. ഒരു ലൈറ്റ് കളർ റോസ് ജുബയും ക്രീം കളർ മുണ്ടുമായിരുന്നു അവൻ്റെ വേഷം. ചിന്നുവിനെ കണ്ടതും മനു ചുണ്ടുകൾ കുറിപ്പിച്ച് ആരും കാണാതെ ഉമ്മ കൊടുത്തു. അത് കിട്ടിയതും അവൾ നാണത്താൽ തല താഴ്ത്തി. അത് കണ്ടവൻ ചിരിച്ചു. അവരുടെ എല്ലാം ഫാമിലി മാത്രമായിരുന്നു അമ്പലത്തിലും പള്ളിയിലും ഉണ്ടായിരുന്നത്. അവരെല്ലാവരും എത്തിയതും അവർ അമ്പലത്തിനകത്തേക്ക് നടന്നു. അവിടെ വെച്ച് നിക്കു ജെനിയുടെ കഴുത്തിലേക്ക് താലി കെട്ടി. അവൾ തൻ്റെ 2 കണ്ണുകളും അടച്ച് ആ താലി സ്വീകരിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കണ്ടു നിന്ന ജോയുടെയും പപ്പയുടെയും മമ്മയുടെയും ഒക്കെ കണ്ണുകൾ നിറഞ്ഞു. ജോയുടെ കണ്ണുകൾ നിറയുന്നത് കണ്ട് ആമി അവൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചു. അവൻ കണ്ണുകൾ തുടച്ചിട്ട് അവളെ ഒരു കൈകൊണ്ട് ചേർത്ത് പിടിച്ച് ഒന്നുമില്ലെന്ന് കണ്ണു ചിമ്മി കാണിച്ചു. അവൻ താലി കെട്ടിയതിന് ശേഷം അവളുടെ കണ്ണുനീർ തുടച്ചു കളഞ്ഞിട്ട് അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. അത് കണ്ട് എല്ലാവരും സന്തോഷത്താലൊന്ന് പുഞ്ചിരിച്ചു. ജോയുടെ പപ്പ അവളുടെ കൈ പിടിച്ച് നിക്കുവിനെ ഏൽപ്പിച്ചു. നിക്കുവും ജെനിയും ചേർന്ന് എല്ലാ മുതിർന്നവരുടെയും അനുഗ്രഹം വാങ്ങി. ശേഷം അവർ രണ്ടുപേരും ജോയുടെ അടുത്തേക്ക് നടന്നു. കാല് പിടിക്കാൻ പോകുവാണോ അളിയ? ജോ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. പോടാ, നിന്റെ കാല് പിടിക്കാൻ എൻ്റെ പട്ടി വരും. നിക്കു തിരികെ പറഞ്ഞതും ജോ ചമ്മി. ചാച്ചാ, ജെനി അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് വിളിച്ചു. എൻ്റെ മോള് ഹാപ്പി ആയില്ലേ? ജോ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇവൻ്റെ കൂടെ നീ ഹാപ്പി ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ദേ, എൻ്റെ കൊച്ചിനെ കരയിപ്പിച്ചാണ്ടല്ലോ. കൂട്ടുകാരനാണെന്നൊന്നും ഞാൻ നോക്കില്ല അളിയ, വറുത്തു കോരും. ജോ കപട ദേഷ്യത്തോടെ നിക്കുവിനോട് പറഞ്ഞതും ഞാൻ എന്ത് ചെയ്തടാ എന്ന രീതിയിൽ അവൻ ജോയെ നോക്കി. അതെ, അങ്ങനെ നോക്കുവാണെങ്കിൽ നിന്നെ വറുത്തു കോരേണ്ട സമയം എന്നേ കഴിഞ്ഞു. പിന്നെ എൻ്റെ മോക്ക് നിന്നോട് ആത്മാവിൽ അലിഞ്ഞു ചേർന്ന പ്രണയമായതുകൊണ്ട് നിന്നെ വെറുതെ വിടുന്നത്. അത് കേട്ടതും മനു ഗോളടിച്ചു. ജോ വീണ്ടും ശശി. ആമിയാണെങ്കിൽ കൊടുക്കു ചാച്ച എന്നുള്ള രീതിയിൽ മനുവിനെ നോക്കി കണ്ണൊക്കെ കാണിക്കുന്നുണ്ട്. മനു ആമിയെ നോക്കുന്നത് കണ്ടതും ജോയും ആമിയെ നോക്കി. ജോ നോക്കുന്നത് മനസ്സിലായതും ആമി കയ്യിലെ നെയിൽ പോളിഷ് നോക്കി ഒന്നും അറിയാത്തതുപോലെ നിന്നു. അപ്പോൾ ജോയെ വറുത്തു കൊരിയ സ്ഥിതിക്ക് നമുക്ക് പള്ളിയിലോട്ട് പോകാം. ദേവൻ പറഞ്ഞതും ബാക്കിയുള്ളവർ ചിരിച്ചു. ജോ കപട ദേഷ്യത്തോടെ ദേവനെ നോക്കിയതും അവൻ ഇളിച്ചു കാണിച്ചു. അമ്പലത്തിലെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ ശേഷം അവർ നേരെ പള്ളിയിലേക്ക് പോയി. അവരെ കാത്തുന്ന പോലെ അച്ഛനും ശുശ്രൂഷകന്മാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. മനുവും ചിന്നുവും കൂടി അവരുടെ പപ്പയുടെയും മമ്മിയുടെയും ഒപ്പം പള്ളിയിലേക്ക് കയറി. ബാക്കി പിള്ളേരും പപ്പയും മമ്മിമാരും അവരുടെ പുറകിലും കയറി. അച്ഛനും ശുശ്രൂഷകന്മാരും ചേർന്ന് ശുശ്രൂഷകളൊക്കെ നടത്തി. ശേഷം മിന്നു വാഴ്ത്തി മനുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തതും അവനത് വാങ്ങി അവളുടെ കഴുത്തിലേക്ക് കെട്ടി. പിന്നെ മന്ത്രകോടി എടുത്ത് അച്ഛൻ മനുവിൻ്റെ കൈകളിലേക്ക് കൊടുത്തതും അവനത് അവളുടെ തലയിലേക്ക് ഇട്ടുകൊടുത്തു. ആമി അത് താഴെ പോകാതെ അവൾക്ക് പിടിച്ചു കൊടുത്തു. അച്ഛൻ അവരുടെ രണ്ടുപേരുടെയും തലയിൽ പിടിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ താലികെട്ടും മിന്നുകെട്ടും ഒക്കെ കഴിഞ്ഞ് മനു ചിന്നുവിനെയും നിക്കു ജെനിയെയും സ്വന്തമാക്കി. അതിനുശേഷം നേരെ ഓഡിറ്റോറിയത്തിലേക്കാണ് അവർ പോയത്. അവിടെ അവരെ കാത്തുന്ന പോലെ അവരുടെ ഫ്രണ്ട്സും മറ്റ് റിലേറ്റീവ്സും ഒക്കെ ഉണ്ടായിരുന്നു. 2 ജോഡികളെയും സ്റ്റേജിൽ അലങ്കരിച്ച് വെച്ചിരിക്കുന്ന കസേരയിലേക്ക് കൊണ്ടിരുത്തി. പിള്ളേർ 4 പേരും കൂടി അവരെ കൊണ്ട് കേക്ക് മുറിപ്പിച്ചു. അവർ പരസ്പരം വായിൽ വെച്ചു കൊടുത്തു. പിന്നീട് ഫുഡ് കഴിക്കാനുള്ള തിരക്കായിരുന്നു. റിലേറ്റീവ്സും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അവർക്കുള്ള ഗിഫ്റ്റും മറ്റുമായി കൊണ്ടുകൊടുക്കുകയും ആഹാരം കഴിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആമയ്ക്ക് നിന്ന് കാല് കഴിക്കാൻ തുടങ്ങി. അവൾ ജോയെ നോക്കിയതും ജോ എല്ലാവരെയും സ്വീകരിച്ചെടുത്താനും വിളമ്പാനും ഒക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു. അനു, എനിക്ക് കാല് ഭയങ്കരമായിട്ട് വേദനിക്കുന്നു. എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണം, ആമി ദയനീയമായി പറഞ്ഞു. അതെയോ, എങ്കിൽ നീ വാ, നമുക്ക് അവിടെ ഇരിക്കാം. അവൾ അതും പറഞ്ഞ് ആമയെ പിടിച്ച് സ്റ്റേജിൻ്റെ താഴേക്ക് ഇറങ്ങി. അവളെ ഒരു കസേരയിലേക്ക് കൊണ്ടിരുത്തിയിട്ട് അനുവും അവളുടെ കൂടെ ഇരുന്നു. പുതുമോടികളൊക്കെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലായിരുന്നു. ദേവനും ജോയും എല്ലാവരെയും സ്വീകരിക്കാനും മറ്റുമൊക്കെ നടക്കുന്നത് കൊണ്ട് പിള്ളേരെ ശ്രദ്ധിക്കാൻ സമയം കിട്ടിയിരുന്നില്ല. അച്ഛനും അമ്മയും ഒക്കെ അതേപോലെ എല്ലാവരുടെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുകയായിരുന്നു. പക്ഷേ സൗഹൃദം പോലെയും കൂടപ്പിറപ്പിൻ്റെ ബന്ധം പോലെയും അനുവിനെ നോക്കാൻ ആമിയും ആമിയെ നോക്കാൻ അനുവും ഉണ്ടായിരുന്നു. ഡീ അനു, ദേ കുഞ്ഞനങ്ങുന്നു, ആമി കണ്ണുകൾ നിറച്ചു പറഞ്ഞു. എവിടെ നോക്കട്ടെ? അതും പറഞ്ഞ് അനു അവളുടെ വയറ്റിൽ കൈവെക്കാനും അനുവിൻ്റെ വയറ്റിൽ എന്തോ പോലെ അവൾക്ക് തോന്നി. ആമി, ദേ വാവ അനങ്ങുന്നടി. അനു ഒരു കൈ ആമിയുടെ വയറ്റിലും ഒരു കൈ അവളുടെ വയറ്റിലും വെച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും ആമി അനുവിൻ്റെ വയറ്റിലേക്ക് കൈവച്ചു. 2 പേരുടെയും കുഞ്ഞനങ്ങിയത് അവർ പരസ്പരം അറിഞ്ഞു. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. ഇവരെല്ലാ കാര്യത്തിനും ഒരുപോലെയാണല്ലോ ആമി. അനു പറഞ്ഞതും ആമി ചിരിച്ചു. നിങ്ങളെന്താ ഇവിടെ ഇരിക്കുന്നേ? വയ്യായിക വല്ലതും ഉണ്ടോ? എപ്പോഴോ തിരിഞ്ഞു നോക്കിയ ജോ ആമിയും മനുവും കസേരയിലിരുന്ന് കണ്ണുകൾ തുടയ്ക്കുന്നത് കണ്ടതും ഓടി അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ഇച്ചായ,
നമ്മുടെ വാവ അനങ്ങി. ദേ ഇപ്പോൾ ഞാൻ അതിവളോട് പറഞ്ഞപ്പോൾ ഇവൾ എൻ്റെ വയറ്റിൽ കൈവച്ചു. അപ്പോൾ അവളുടെ വയറ്റിലും അനങ്ങി. ആമി കണ്ണുകളൊക്കെ നിറച്ച് പറഞ്ഞു. അത് കേട്ട് ജോയ്ക്ക് സന്തോഷമായി. ഇറ്റ്സ് ഓക്കേടാ, കരയണ്ട കേട്ടോ. നിങ്ങൾക്ക് പേടിയല്ലായിരുന്നോ ഇത്രയും മാസമായിട്ടും വാവ അനങ്ങുന്നില്ലെന്ന്? എന്നിട്ട് ഇപ്പോൾ രണ്ടുപേരുടെയും ഒന്നിച്ചനങ്ങിയില്ലേ? സാരമില്ല, കരയണ്ട കേട്ടോ. നിങ്ങൾ പോയി ഫുഡ് കഴിക്കുക. ചെല്ല്. ആമി, അനുവിനെ വിളിച്ചോണ്ട് പോയിട്ട് വാ, അവൾക്ക് വിശക്കുന്നുണ്ടാകും. ജോ ആമിയെ നോക്കി പറഞ്ഞു. സാരമില്ല ഏട്ടാ, ഞങ്ങൾ നിങ്ങളുടെ കൂടെ കഴിച്ചോളാം. ഞങ്ങൾ ഇനി എപ്പോൾ കഴിച്ചിട്ടാ മോളെ? ദേ അവരും ഫോട്ടോ എടുക്കുന്നതല്ലേ ഉള്ളൂ. നിങ്ങൾക്കല്ലേ വയ്യാത്തത്? സമയത്തിന് ആഹാരം കഴിക്കണം. രണ്ടുപേരും ചെന്ന് കഴിച്ചേ. അതോ ഞാൻ ഫുഡ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയണോ അവരോട്? ജോ ചോദിച്ചു. വേണ്ട ചായ, എനിക്ക് എല്ലാ കറികളും കൂടി വേണ്ട. ഞാൻ എൻ്റെ ആവശ്യത്തിന് കഴിച്ചോളാം. അതും പറഞ്ഞ് ആമി വയറും താങ്ങി എഴുന്നേറ്റു. എങ്കിൽ രണ്ടുപേരും കൂടി ചെന്ന് ആവശ്യത്തിന് ആഹാരം എടുത്ത് കഴിക്കും. ജോ പറഞ്ഞതും അവർ രണ്ടുപേരും തലയാട്ടി. ജോ അവരെ ഒന്ന് നോക്കിയിട്ട് വീണ്ടും തിരികെ പോയി. എടാ ജോ, നീ പിള്ളേരെ കണ്ടായിരുന്നോ? അനുവിനെ ആമിയും കാണുന്നില്ലല്ലോ. കുറേ കഴിഞ്ഞതും ദേവൻ ജോയെ നോക്കി ചോദിച്ചു. നിന്നോടൊരു കാര്യം പറയാൻ വിട്ടുപോയി. വാവമാർ അനങ്ങിയടാ. ഞാൻ നോക്കുമ്പോൾ രണ്ടുപേരും കണ്ണൊക്കെ തുടച്ചുകൊണ്ടിരിക്കുന്നു. ഞാനാകെ പേടിച്ചു പോയി. ഞാൻ ഓടിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അല്ലേ കാര്യം മനസ്സിലായത്. രണ്ട് വാവമാരും ഒന്നിച്ചനങ്ങിയെന്ന്. അതിന് രണ്ടുകൂടി ഇരുന്ന് കരയുമായിരുന്നു. ഞാൻ പിന്നെ അവരെ സമാധാനപ്പെടുത്തി. വാവകൾ അനങ്ങാത്തത് കൊണ്ട് രണ്ടുപേർക്കും ഒരു പേടിയില്ലായിരുന്നോ? പിന്നെ ഇത്രയും സമയമായില്ലേ, പിള്ളേർക്ക് വിശക്കുന്നുണ്ടാകും. നമ്മൾ ഇനി എപ്പോൾ കഴിച്ചിട്ടാ? അവരെ അങ്ങനെ ഇരുത്താൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് രണ്ടുപേരെയും കഴിക്കാൻ പറഞ്ഞു വിട്ടു. ജോ ദേവനെ നോക്കി പറഞ്ഞു. അതെന്തായാലും കാര്യമായി. ഞാനത് പറയാൻ പോകുമായിരുന്നു. അതിനുവേണ്ടിയാണ് പിള്ളേരെ ചോദിച്ചത്. നമ്മൾ ഇനി എപ്പോൾ കഴിച്ചിട്ടാ? അവരോട് കഴിക്കാൻ പറയാനായിരുന്നു. എന്തായാലും കഴിക്കാൻ പോയല്ലോ, കാര്യമായി. ദേവൻ ചിരിയോടെ പറഞ്ഞു. ദേവേട്ടാ. അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ആമിയുടെ വിളി കേട്ടത്. ദേവനും ജോയും അങ്ങോട്ടേക്ക് നോക്കി. എന്താ മോളെ, എന്തു പറ്റി? ദേവൻ ആമിയുടെ അടുത്തേക്ക് ഓടിക്കൊണ്ട് ചോദിച്ചു. അത് അനുവിന് ഛർദ്ദിക്കണമെന്ന്. എന്നിട്ട് അവളെവിടെ? ദേവൻ ആവലാതിയോട് ചോദിച്ചു. പുറകിലോട്ട് പോയി. അത് കാണുമ്പോൾ എനിക്കും ഛർദ്ദിക്കാൻ വരും. ദേവേട്ടൻ അങ്ങോട്ടൊന്ന് ചെല്ലുവോ? ആമി ദയനീയമായി പറഞ്ഞതും ദേവൻ അങ്ങോട്ടോടി. ഫുഡ് കഴിച്ചോ നിങ്ങൾ? ആമിയെ കണ്ടതും ജോ ചോദിച്ചു. കഴിച്ചു ഇച്ചായ. കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് വല്ലാതെ വന്നത്. വാ, ഇവിടെ ഇരിക്ക്. ഇച്ചായ, എനിക്ക് വീട്ടിൽ പോകണം. എന്തോ വല്ലാതെ. ഒന്ന് കിടക്കണം. ഞാൻ പൊക്കോട്ടെ? അവൾ കണ്ണുകൾ നിറച്ച് അവനോട് ചോദിച്ചു. ഒറ്റയ്ക്കോ? നോക്കട്ടെ, ഞാൻ ദേവനോട് ചോദിക്കട്ടെ. അനുവിനും പോകണമെങ്കിൽ സുഭദ്രാമ്മയെ കൂട്ടി നിങ്ങളെ വിടാം. ജോ പറഞ്ഞതും ആമി തലയാട്ടി. ഡി, വെള്ളം വേണോ? ഛർദ്ദിച്ചുകൊണ്ട് നടുവും താങ്ങി നിൽക്കുന്ന അവളുടെ പുറത്ത് തടവിക്കൊണ്ട് ദേവൻ ചോദിച്ചു. അവൾ വാ പൊത്തിക്കൊണ്ട് ആക്ഷൻ കാണിച്ചു. കഴിക്കുന്നതെല്ലാം ഇങ്ങനെ പുറത്തേക്ക് തള്ളാനാണെങ്കിൽ നീ എന്തിനാ ഫുഡ് കഴിക്കുന്നതിനോ? ദേവൻ ദയനീയമായി ചോദിച്ചു. അവൾ കണ്ണുകൾ നിറച്ച് അവനെ നോക്കി. ഓ, ഞാനൊന്നും പറഞ്ഞില്ല. നിന്റെ അവസ്ഥ കണ്ട് വിഷമം കൊണ്ട് പറഞ്ഞതാ. അവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് കിടക്കണം ദേവേട്ടാ. അവൾ അവനെ നോക്കി ദയനീയമായി പറഞ്ഞു. വാ. അവൻ അവളുടെ കൈയും പിടിച്ചു നടന്നു. അവനകത്ത് എന്ന് ജോയെ കണ്ട് കാര്യം പറഞ്ഞു. അവർ സുഭദ്രയെ കഴിപ്പിച്ചിട്ട് പിള്ളേരെ കൂട്ടി വീട്ടിലേക്ക് വിട്ടു. രാത്രിയിൽ മനുവിൻ്റെ വീട്ടിൽ. ജോയും ആമിയും ഇന്ന് മനുവിൻ്റെ വീട്ടിലാണ്. എടി ആമി, എനിക്കുണ്ടല്ലോ ഭയങ്കര ടെൻഷൻ. ചിന്നു നഖം കടിച്ചു. നീ ഇങ്ങനെ ടെൻഷനാകാതെ പെണ്ണേ. ദേ, എല്ലാം കഴിഞ്ഞ് ഞാനിവിടെ വരെ എത്തിയില്ലേ. നിന്നേക്കാളൊക്കെ ടെൻഷൻ എനിക്കായിരുന്നു. ഇച്ചാൻ്റെ കൂടെ കിടന്നിട്ട് പോലും എനിക്ക് ഈ ഫസ്റ്റ് നൈറ്റ് എന്ത് പേടിയായിരുന്നെന്നറിയോ? എന്നിട്ട് എന്തായി? അതൊന്നും സാരമില്ല. നീ ടെൻഷനാകാതെ. ചാച്ചനല്ലേ? എന്നാലും ആമി, ഈ ഫസ്റ്റ് നൈറ്റ് ഇന്ന് തന്നെ വേണമെന്നൊക്കെ ഉണ്ടോ? എടി പെണ്ണെ, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ രണ്ടുപേരും പ്രിപ്പയർ ആണെങ്കിൽ മാത്രം മതി. നിനക്ക് പറ്റില്ലെങ്കിൽ അത് ചാച്ചനോട് പറയേ. ആ, നോക്കാം. എങ്കിൽ ഞാനങ്ങോട്ട്. ചിന്നു ആമയെ നോക്കി ഇളിച്ചു കാണിച്ചു. ചെല്ല് പെണ്ണെ, ഞാൻ മുറിയിലേക്ക് പോകട്ടെ. ഇച്ചായ നേരത്തെ വന്ന് കണ്ണുരുട്ടി കാണിച്ചിട്ട് പോയി. ചെല്ലാത്തതിന് ഞാൻ കാരണം നീയും കൂടെ ബുദ്ധിമുട്ടി അല്ലേ? ശരിക്കും ടെൻഷനായതുകൊണ്ടാടി. നീ ടെൻഷനാകാതെ കൂളായിട്ട് ചെല്ല്. ആമി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ചിന്നു തലയാട്ടിക്കൊണ്ട് അങ്ങോട്ട് നടന്നു.